ബന്ദികളാക്കപ്പെട്ട 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ സംഘർഷം കടുപ്പിക്കാനൊരുങ്ങി ഇസ്രായേലിന്റെ നേർക്ക് ഇന്ന് പുലർച്ചെ മുതൽ ലബനൻ ആസ്ഥാനമായിട്ട് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് 75ഓളം മിസൈലുകൾ. രാവിലെ പുലർച്ചെ മുതൽ ഇടവിട്ട് മിസൈലുകൾ പായിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 20ഓളം റോക്കറ്റുകളാണ് പടിഞ്ഞാറൻ ഗലീലിയയിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പലതും തുറസായ സ്ഥലങ്ങളിലാണ് വീണതെന്ന് IDF പറയുമ്പോഴും പരിക്കേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ഇതിന് ഒരു ശക്തമായ ഒരു തിരിച്ചടിയോ ഇല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണമോ ഇതുവരെ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ ഇല്ല. ഏതായാലും ഇന്ന് പുലർച്ചെ മുതൽ ഒരുപക്ഷെ ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്രയും ഏറ്റവും കൂടുതൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിടുന്ന ഒരു ദിനം കൂടിയായിട്ട് മാറുകയാണ് ഇന്ന്. ഏതായാലും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകാതെ വരില്ല എന്ന് തന്നെ ലോകം കരുതുന്നു. കാരണം ഇതിന് മുമ്പ് തന്നെ ഉള്ള ആക്രമണങ്ങൾക്ക് അവർ പ്രത്യാക്രമണം നടത്താറുണ്ട്. ഇപ്പോൾ ഇത് പുലർച്ചെ മുതൽ ഉണ്ടാകുന്ന തിരിച്ചടികളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഒരുപക്ഷെ ആന്റണി ബ്ലിങ്കൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാകാം ഒരു തിരിച്ചടി ഉണ്ടാകാത്തതെന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 75ഓളം കഴിഞ്ഞ ദിവസമാണ് ഈ ഹിസ്ബുള്ള ഏറ്റവും കൂടുതൽ ആക്രമണം ഇസ്രായേലിന് നേർക്ക് അഴിച്ചുവിട്ടത്. അന്ന് 55 റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടതെങ്കിൽ ഇന്നിപ്പോൾ അത് 75 ഇതുവരെയുള്ള സംഖ്യ 75 മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.